ഹലോ ഗായ്സ്, അതും ഒരു ന്യൂ ബാഗ് ആയിട്ട് വന്നേക്കാണ്. ബാഗിൽ എന്താ അതിലുള്ള എന്താന്ന് സ്പൈഡർമാന്റെ ബാഗായിട്ട് ഫുള്ള് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ്. അപ്പൊ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖലത എണീച്ച് വന്നിട്ടുള്ള ഒരു വ്ളോഗ് എടുക്കാന്ന് കേട്ടോ. ജെടി ലബി ഹേ അമ്മയുടെ വന്ന് ലവിയുടെ എക്സ്പ്രഷൻ നോക്കട്ടെ. അമ്മ വരുമ്പോ ലവിയുടെ എക്സ്പ്രഷൻ അടിപൊളിയാട്ടോ. ഞാൻ കാട്ടിത്തരാവേ. ദേ അമ്മയുടെ ലവിയുടെ എക്സ്പ്രഷൻ കണ്ട മാമനാണ് പോട്ടാ. അല്ലെങ്കിൽ അവൾ അമ്മാമ്മന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കിടക്കണ ലപ്പയാണ് കേട്ടോ. അപ്പൊ കുഞ്ചിട്ട് നോക്ക് ഇവിടെ. അതോ ലപ്പനൊന്നും ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ. അതും അമ്മ കാണുമ്പോൾ എക്സ്പ്രഷൻ എടുക്കട്ടെ. അമ്മ വേഗം വാ, എടുക്ക നോക്കട്ടെ എന്നിട്ട് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഭയങ്കര ലേറ്റ് ആയിട്ടാട്ടോ എണീച്ച് വന്ന്. യൂഷ്വലി അങ്ങ് ഇത്രയും ലേറ്റ് ആയിട്ട് ഞാനെല്ലാം എണീച്ച് വരാറില്ല. ഒരു 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഞങ്ങളൊരു 8, 9 മാക്സിമം 10 ഞങ്ങൾ എണീക്കാറുണ്ട്. പിന്നെ ഏട്ടനാണെങ്കിൽ ലേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ലവ് യു ബാബി കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അവളാണെങ്കിൽ ഉറങ്ങാൻ അവളും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ എണീച്ച് വന്നപ്പോൾ ഈ ടൈമായി. പിന്നെ ലവിക്കാണെങ്കിൽ ഞാൻ പല്ലേക്കും റൂം ഇങ്ങനെ നോക്കി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ ഇന്ന് വരെ ഞാനിപ്പോൾ ഉറങ്ങിയിരിക്കണ സമയത്താണെങ്കിൽ എന്നെ വിളിച്ച് ആദ്യം എണീക്കുമെന്നൊന്നും പറഞ്ഞ് ഇന്ന് വരെ ശല്യം ചെയ്യാറില്ല കേട്ടോ. അമ്മയ്ക്ക് കാര്യം ഞാനും അമ്മയും വഴക്കിടും, തല്ലിടും, തലപ്പൊളിക്കും. പക്ഷെ നല്ല ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. ഇതിപ്പോൾ അമ്മായിമ്മയായിട്ടാണെങ്കിലും അമ്മ ഇപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും കൂടിയും അങ്ങനെ ഭയങ്കരമായിട്ട് ഉറങ്ങണേന് അങ്ങനെ ചീത്ത പറയുക, അല്ലെങ്കിൽ കുറേ പാത്രം കഴുകുക, കുറേ ഒതുക്കി വെക്ക്, മീൻസ് വീടൊന്നും ജസ്റ്റ് വൃത്തിയാക്കി ഇടാൻ പറയും. അല്ലാണ്ട് പാത്രം കഴുകുക, അത് ചെയ്യും, മറ്റേത് ചെയ്യും, അങ്ങനെയൊന്നും ചീത്ത പറയാറോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അച്ഛനാണെങ്കിലും ശരും അമ്മയാണെങ്കിലും ശരും. അത് എനിക്ക് നല്ലൊരു ഇതായിട്ടായിട്ട് തോന്നിയേക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സമയം ഭയങ്കര ലേറ്റ് ആയിട്ടാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഇത്രയൊന്നും ലേറ്റ് ആയിട്ട് എണീക്കാറില്ല. അതോ അവളടുക്കുള്ളിലിട്ടതാ. അത് മാറ്റി ചുണ്ടുമത്തെ കാട്ടട്ടെ. ഒരാള് ചുണ്ടുമ മാർക്കർ ലിപ്സ്റ്റിക് ആയിട്ട് ഇട്ട് വെച്ചേക്ക. ആരെങ്കിലും അങ്ങനെ ചെയ്യാതു ബൂബു വരില്ലേ? അപ്പൊ ചുണ്ടുമേന്റെ അങ്ങനെ മാർക്കറൊന്നും തേക്കരുതട്ടോ. ബാഗ് എവിടെ? സ്പൈഡർമാന്റെ ബാഗ് എവിടെ? എടുത്തോണ്ട് പോവാ. ക്യൂട്ടാ അത് ബാബി. പിയുടെ അടുത്തായിരുന്നു. അതോ പിയടും പ്രവിയുടെ അടുത്തായിരുന്നു. അവിടെ നിന്നിട്ട് എന്താ ചെയ്യണ്ടായിരുന്നെ? കളിച്ചാ? കുക്ക് കഴിച്ചു. പിന്നെന്താ കളിച്ച അവിടെ? പ്രവി ഒങ്ങിയാ? പിന്നെ ഊഞ്ഞാലാടിയാ? ഷോൾ ഇട്ടിട്ടുള്ള ഊഞ്ഞാലാടിയില്ലേ? അതുന്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രവിയാണോ? പെവിന് ഇഷ്ടാണ് അതുന്. എഞ്ചി അമ്മാമ്മയോട് വന്നോട്ടെ. ചിന്നുന് പാപ്പു തിന്നണം. എന്തിനാണ് ഇപ്പൊ എന്റെ പ്രശ്നം? ലവി പാവില്ലടാ.
എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്നറിയോ, മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകി കളഞ്ഞാണ്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഗൈസ്. അപ്പൊ ഒന്നും ഇട്ടിട്ടില്ല, ലിപ് ബാം കൂടി ഇട്ടിട്ടില്ല. അമ്മയ്ക്ക് പക്ഷെ അമ്മ അങ്ങനെ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ഇടാത്തോണ്ട് അമ്മയ്ക്ക് പ്രശ്നമില്ല. കളിച്ചാൻ വേണ്ടിയിട്ടുള്ള വേഷം കേട്ടാണ് ഇപ്പൊ. ഡാൻസർ ലവ് അവൾ അടിയിലിരുത്താൻ ഇരുത്തി അവന് കടിച്ചിട്ട് നിന്നു. അപ്പൊ ഞങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ആദ്യം മിക്ക സമയം പ്രിയ അല്ലെങ്കിൽ പ്രവീഡ് എടുത്തവരും ഞങ്ങൾ നെയ്ബേഴ്സ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ്. തൊട്ട് ബാക്കിലത്തെ വീട്ടിൽ ഭയങ്കര ഇഷ്ടാട്ടോ. സത്യം പറഞ്ഞ നെയ്ബേഴ്സ് എന്ന് പറയാൻ ഇഷ്ടമല്ല, കാരണം ആദൂന് അതുപോലെയാണ് നോക്കുന്നത്. സ്വന്തം മക്കളെ നോക്കണ പോലെ ആട്ടോ ആദൂനൊക്കെ നോക്കണേ. ഒരു ദിവസം ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും കാട്ടിത്തരാട്ടോ. അപ്പൊ ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് എന്താ പറയുക, ഇനി കണ്ണ് നിൽക്കണ്ടെന്നൊക്കെ അത്രയും ഹാപ്പി ആയിട്ടാണ് പോയോണ്ടിരിക്കണത്. ഇനി ഞാൻ സ്കിൻ കെയർ കാട്ടി കുളി കഴിഞ്ഞ് ഞാൻ കുട്ടി സ്കിൻ കെയർ കാട്ടാ. ഞാനിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഈ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ. അപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് കുളിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെയാണ്. ലിപ് ബാം കുറേ പേരായിട്ടോ നേരിട്ട് കണ്ടിട്ടും ചോദിക്കണേ. ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഒരു അടിപൊളി ലിപ് ബാം ആട്ടോ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷോർട്സിലൊരു വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഒരു അടിപൊളി ലിപ് ബാം ആട്ടോ. പിന്നെ അതേ ഞാൻ ഹെയർ വാഷ് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ചെയ്തു. പിന്നെ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു. അതൊക്കെയാണ് സ്കിൻ കെയർ. പിന്നെ കുറച്ച് പാടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതും കൂടി പോയി കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഹെയർ എൻ്റെ സത്യം പറഞ്ഞാൽ ഭയങ്കര നീളത്തിൽ കണ്ടിട്ട് 10th തോന്നുന്നു ഏറ്റവും നീളത്തിലുണ്ടായിരുന്നത്. പിന്നെ ദുബായിൽ ആദ്യം ഉണ്ടായിട്ടൊരു ആദ്യമൊരു 2 years ഒക്കെ ഉള്ള സമയത്ത് ജോബിന് പോണ സമയത്ത് നല്ല നീളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിഷ്ടമല്ല, എനിക്ക് മീൻസ് അസ്വസ്ഥതയാണ്, ചൂടും. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഉറങ്ങി ഇതേ ലവ്യ എണീച്ചു. ആദ്യപ്പോഴേക്കും എണീച്ചു. ആദ്യനാണെങ്കിൽ എണീച്ചപ്പോഴേക്കും ചപ്പാത്തിയും പിന്നെ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കുറച്ച് കഴിച്ചു. പിന്നെ കഴിച്ചൊന്നുമില്ല, ഇവിടെ പ്രൈവറ്റ് അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വേഷം കിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇനിയിപ്പോൾ എന്താ പറയുക, വീട്ടിൽ തന്നെയാണ് ഇരിക്കണം, അങ്ങനെ പുറത്തോ കാര്യങ്ങളൊന്നും പോവാറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഷോർട്ട് ഹെയർ ആക്കിയാലോ എന്ന് പ്ലാൻ ഉണ്ടെന്ന്. അപ്പോൾ അമ്മ പറയും ഇനി നീ മൊട്ടത്തല അടിക്കേണ്ടതായിരിക്കും നല്ലത്. പക്ഷേ എന്താ പറയുക, ഈ പ്രായത്തിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രായം കൂടി കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാനായതുകൊണ്ട് ചിലപ്പോൾ ചെയ്യുന്നൊക്കെ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ. എന്താ പറയുക, ഈ പ്രായത്തിലൊക്കെയാണ് നമുക്ക് നല്ല കൂളായിട്ട് ഒക്കെ നടക്കാം. ഇപ്പോഴും ചില സമയത്തൊക്കെ നല്ല തള്ള വേബൊക്കെ അടിക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനെ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്തിട്ട് എൻ്റെ ഹെയർ കട്ടിനെ കുറിച്ച്. പിന്നെ അതേ ഞാനാണെങ്കിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓർഗനൈസ്ഡാണ്, അടിപൊളി ഓർഗനൈസറാണ്. കണ്ട കുട്ടി ഇതുപോലെയാണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് സൂപ്പറായിട്ട് വെക്കാം കേട്ടോ. അവിടെ ഞാൻ എനിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അഫോർഡബിളാണ്, ഒരു 200 റേറ്റിന് കുറവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. മുന്നത്തെ കോലം നിങ്ങൾ കണ്ടില്ല, ഫുൾ അലമ്പാണ്. ഇനി കുറച്ചും കൂടി മേടിക്കണം, കാരണം മേലും അവിടെയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ 2 പേരും കൂടിയിട്ട് കളിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണെങ്കിൽ ലവ്വി ഉള്ളത് ഇഷ്ടമാണ്, പക്ഷേ ലവ്വിയുടെ കളറിങ് പെൻസിൽ അതൊന്നും ലവ്വി തുടർന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇവിടെ രണ്ടെണ്ണത്തിന് ഇതാണ് പണി. ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് യൂഷ്വലി കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എനിക്കതിനെ വെക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ വെക്കാൻ പോവാണ്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ജസ്റ്റ് ട്രൈ നോക്കാം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, അമ്മ കുക്ക് ചെയ്യുന്നതൊക്കെ ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ തന്നെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും പിന്നെ നല്ല ടേസ്റ്റും തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാങ്ങ, ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ചിക്കൻ റോസ്റ്റ് ആക്കി കേട്ടോ, കറി മാറ്റിയിട്ട്. എനിക്കാണെങ്കിൽ നല്ല വറുത്തിട്ട് വെക്കണ ചിക്കൻ കറിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഹോട്ടലിൽ കഴിക്കണ പോലത്തെ കറിയായിട്ടേക്ക് തോന്നിയിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഞാൻ വെച്ചിട്ടുള്ള ചിക്കൻ കറി അങ്ങനത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനത് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ തള്ളി പറയുന്നതല്ല, ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ ചിക്കൻ വറുക്കണ നേരം കൊണ്ട് ഞാൻ വേഗം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ മാമ്പഴം ജ്യൂസ് അടിക്കാമെന്ന് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ. അപ്പോൾ അമ്മയ്ക്കും ഇഷ്ടമാണ്. അതിന് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ വല്ല മിറണ്ടയുടെ അതിൻ്റെ ഫ്രൂട്ടിയുടെ കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് ഇത് ജ്യൂസാന്ന് പറഞ്ഞിട്ട് പറ്റിക്കാറുണ്ട്. പക്ഷെ അവൻ മീൻസ് വിദഗ്ധമായി അവൻ കണ്ടുപിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ലപ്പാച്ചി ആണെങ്കിൽ ഇതേ ഉറക്കത്തിൽ നിന്ന് ചിണുങ്ങി നടക്കുകയാണ് ലപ്പാച്ചി. ഓ അപ്പോൾ ഇതേ മാങ്ങ ചെത്തലും കാര്യങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ചിക്കൻ ഇതായിട്ടുണ്ടായിരുന്നു, വെന്തോ നോക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ ഇതാക്കണേ. പിന്നെ എന്താ പറയുക, ഇപ്പം എനിക്ക് ഭയങ്കര മനസ്സമാധാനം ഉണ്ടല്ലോ, നമുക്ക് നല്ല സുഖമാട്ടോ എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതേപോലെ നോക്കാം കേട്ടോ. അതിന് മനസ്സമാധാനം ഉണ്ടാവണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കണം. വേറെ ആരും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മനസ്സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ചിക്കൻ കറി കേട്ടോ. അത് ഇത്തിരി കൂടി വേവാണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടോ. സംഭവം സെറ്റായിട്ടാണ്. ഇനി പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോൾ മുന്നൊന്നും ഞാൻ ഭയങ്കര കാമയായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര പോസ്റ്റ്പാർട്ടത്തിൻ്റെ പ്രശ്നമാണോ കാര്യങ്ങളാണോ എന്നറിയില്ല. അല്ല, മൊത്തത്തിൽ ഞാൻ ഭയങ്കര കാമായി, ഭയങ്കര കമ്പോസ്റ്റായി. എൻ്റെ വേ ഓഫ് തിങ്കിങ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. നെഗറ്റിവിറ്റി ഉള്ള സംഭവങ്ങളൊന്നും ഞാൻ ആലോചിക്കാറേ ഇല്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ എന്ന് പറയും. എനിക്കറിയില്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരാണ്. നല്ല സമാധാനം. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, നമ്മുടെ ഭർത്താവ്, നമ്മുടെ പിള്ളേരും, നമ്മുടെ ഫാമിലി, നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ തന്നെ നല്ല മനസ്സമാധാനമാണ്. പിന്നെ ബാക്കിയുള്ളവരത് പറയണു, ബാക്കിയുള്ളവരിത് പറയണു, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പണ്ട് ഭയങ്കര എഫക്റ്റ് ചെയ്യായിരുന്നു. ഇപ്പം ഇങ്ങനെ അങ്ങനത്തെ ഒരു എഫക്റ്റ് ആരെങ്കിലും പറഞ്ഞാൽ ഓക്കെ അങ്ങനെ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കാറുള്ളൂ. അല്ലാത്തവരോട് ഞാൻ പറയും ഒന്നും പറയാൻ നിൽക്കില്ല. ഇപ്പോൾ ഈ പണി നോക്കാൻ കൂടിയും അർഹത അവർക്കില്ല, മീൻസ് അങ്ങനെ റിപ്ലൈയും കൂടി ചെയ്യാറില്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ അതായത് ഇഷ്ടമായില്ല കേട്ടോ, എനിക്കത് വിഷമമായിട്ടോ എന്ന് പറയാം അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ലൈഫും കാര്യങ്ങളൊക്കെ പോകണേ. പിന്നെ എന്താ പറയുക, അത് ഞാൻ പറഞ്ഞ പോലെ കുക്കിങ് ഇപ്പോൾ എന്തിട്ടോ ഞാൻ ചെയ്യണേ, ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കുന്നു കേട്ടോ. ഞാൻ ഈ ചൂടുവെള്ളം ഞങ്ങളവിടെയാണെങ്കിൽ കിച്ചൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് ഒരു കുളിക്കാനുള്ള ഒരു ബാത്റൂം പോലെ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരു കുട്ടി ബാത്റൂം ഉണ്ട് കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടേക്കാണെങ്കിൽ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. അതും ലവ്യൊക്കെ ഇതിലാണ് കുളിക്കാറ്, ചൂടുവെള്ളത്തിലൊക്കെ ഒഴിച്ചിട്ട് ഇവിടെയാണ് കുളിക്കാറ്. പിന്നെ മേലെയാണ് ഹീറ്റർ, മേലെ കൊണ്ടുപോയതിനെക്കാട്ടും ഞങ്ങൾക്ക് എളുപ്പം ഇവിടെയാണ്. അപ്പോൾ ലവ്വിക്ക് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഞാൻ കൊണ്ടുപോയി വെച്ചതാട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി. ഞാൻ യൂഷ്വലി അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാത്രങ്ങളും കാര്യങ്ങളും ഡെയിലി അമ്മയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഒരു പരാതിയോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല, ചിന്നു നീ അത് ചെയ്യാറില്ല. തുണികളാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഫുള്ള് അമ്മയാണ്, വാഷിങ്ങും കാര്യങ്ങളും. എൻ്റെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ്വീനെ നോക്കുക, 24 മണിക്കൂർ ലവ്വീനെ നോക്കലാണ് എൻ്റെ പണി. പിന്നെ ആദൂനാണെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് നോക്കുക, പിന്നെ കോണ്ടൻറ് ക്രിയേഷൻ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് എൻ്റെ ഫോണിൽ. ഇതിപ്പോൾ അമ്മ തന്നെ പറയുന്ന നേരം ഫോണിൽ കുത്തുന്ന അമ്മയ്ക്ക് അറിയുമെന്ന് അറിയില്ല. ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണത് എഡിറ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര എളുപ്പമല്ല, എഡിറ്റ് ചെയ്യാനുണ്ടാവും. പിന്നെ എനിക്ക് കുറച്ച് ലിങ്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതുണ്ടാവും. അങ്ങനെ അത്യാവശ്യം ഞാൻ പണി ഇത് നോക്കും. എനിക്കിങ്ങനെ ഫോണിൽ റീൽസൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കാറില്ല. നൈറ്റിൽ കുറച്ച് ടൈം കിട്ടുന്ന സമയത്തിരുന്ന് കാണും. അല്ലാണ്ട് എനിക്ക് അങ്ങനെ പിന്നെ വല്ല ഹാക്സോ അല്ലെങ്കിൽ വല്ല ട്രാൻസിഷൻ വീഡിയോസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഇതാക്കി നോക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റൂളിട്ടിട്ട് അമ്മ അവിടെ ഇരുന്നിട്ട് ലവ്വിനെ കാലും ഇരുത്തിയിട്ടാട്ടോ കുളിക്കുക. അപ്പോഴാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എളുപ്പത്തിൽ കുളി കഴിയും. ഞാനാണെങ്കിൽ കുളിപ്പിക്കണ സമയത്താണെങ്കിൽ വെറൈറ്റിയാണ്. ഞാൻ അവിടെ എന്താ പറയുക, ഡവറാന്നല്ല, 2 പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളിൽ ഒരെണ്ണത്തിൽ ചൂടുവെള്ളമാക്കിയിട്ട് ഒരെണ്ണത്തിൽ ഒന്നുമില്ലാത്ത വെള്ളം ഉണ്ടാവും. അതിലാണെങ്കിൽ ലവ്വിനെ ഇരുത്തിയിട്ട് മേത്ത് സോപ്പൊക്കെ ഇട്ടിട്ട് ആ മറ്റേ ഫ്രഷ് ആയിട്ടുള്ള ചൂടുവെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് വീണ്ടും മറ്റേ പാത്രത്തിൽ നല്ല വെള്ളം ഉള്ളതുണ്ടല്ലോ അതിലിരുത്തിയിട്ട് അങ്ങനെയാണ് ഞാൻ കുളിപ്പിക്കാറ്. കാരണം ഈ കാലുമൊക്കെ ഇരുത്തിയിട്ട് എന്തെങ്കിലും ഇതാവണ്ടാന്ന് വെച്ചിട്ട്. ലവ്വയാണെങ്കിൽ 2 പ്രാവശ്യം വീണിട്ടുണ്ട് പെട്ടുമെന്ന്. അപ്പോൾ അതിന് ശേഷം ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ആരിപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറയും നോക്കിട്ടോ, ശ്രദ്ധിക്കട്ടോ, മറ്റേ ചെയ്യട്ടോ, നടക്കുമ്പോൾ സൂക്ഷിക്കട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും. സൈക്കോ പോലെയാണ്
അതിനെ അറിയണവർക്ക് അറിയാം. ഞാൻ അങ്ങനെ ലവ്വിനെ വലിയവരിലൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അറിയണവരുടെ അടുത്ത് മാത്രമേ അങ്ങനെ കൊടുക്കുള്ളൂ. കാരണം ടെൻഷനാണ്, എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ കുറേ കരഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കാവുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ദൈവാനുഗ്രഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ല, പിള്ളേർക്കൊക്കെ അങ്ങനെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ അതേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ചേച്ചി ട്രാൻസിഷൻ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് മിക്ക ടൈമിലും ടൈം കിട്ടാറില്ല ഗായ്സ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ഉള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഞാനിടയ്ക്ക് പറയാം അമ്മ ഇപ്പോൾ ഈ വയസ്സിൽ കല്യാണം, എനിക്ക് പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അമ്മ ചില സമയത്ത് തല്ലോടും, ഇങ്ങനെ ഓരോന്നോരും എനിക്ക് ഭയങ്കര ദേഷ്യവും. ഞാൻ പറഞ്ഞു ഈ പിള്ളേരില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്രയിക്കലൊന്നിനും, ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും, ജോലിക്ക് പോകും. ഇപ്പോൾ പിള്ളേരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തല്ലിടും. പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഇവൻ ഏട്ടനാണെങ്കിലും പിള്ളേരെന്ന് പറഞ്ഞാൽ ജീവനാട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ജീവിക്കണം തന്നെ, ജീവിതത്തിലൊരു അർത്ഥം തന്നെ. പക്ഷെ ചില സമയത്ത് നമുക്കൊരു ദിവസം റെസ്റ്റ് ഒന്നും കിട്ടാണ്ട് ചില സമയത്ത് കൊതിച്ചു പോകും. ഇപ്പം എൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ട്, അവളാണെങ്കിലും ഇതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാ മോമും എനിക്ക് അറിയണത് അവളും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ്, അതായത് യൂട്യൂബിലുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അല്ലാത്തവർക്കൊന്നും എനിക്ക് അങ്ങനെ പിള്ളേർ ഇത്രയും ബേബീസിനൊന്നും അറിയില്ല. അപ്പം എല്ലാ മോമുകളും സ്ട്രോങ് ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, എന്താ പറയുക, അത്രേ ഉള്ളൂ. എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.